ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ എണീച്ചത് ഒരു 6-7 മണി ടൈമിലാണ്. 8 മണിക്കാണ് നിസ്കാരം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോയി വന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടിയും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഇവിടെ കുടുംബക്കാരെല്ലാം നമ്മുടെ പരിപാടി ഉണ്ട്. അത് പറഞ്ഞാൽ പരിപാടിയല്ല, ഒരു ചോറ്. അത് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ചോറ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളതൊന്ന് കാണുക. ഈ വീഡിയോ തന്നെ നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇവൻ്റെ അനിയനാണ്. ഇവൻ്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ അനിയനെ ഇതുവരെയായിട്ട് കാണിച്ചില്ല, കാരണം അവന് വരാൻ കുറച്ച് മടിയായിരുന്നു. നമ്മളിത് കാണിച്ചിട്ട് ഇതാണ് അവൻ്റെ ഡ്രസ്സ്. ബാഗി പാൻറ് ഈ ബനിയനാണ്. എൻ്റെതാണ് 5 സ്ലീവും നേരത്തെ ഈ പാൻറ്റും. രസമുണ്ടെന്ന് വിചാരിക്കുന്നു. രസമുണ്ടെച്ച് നിങ്ങൾ ഇതാക്കുക. പിന്നെ അതേപോലെ തന്നെ ഗൈസ്, ഞാൻ ഇട്ടിക്കണ ഈ പാൻറ്റിൻ്റെയും അവനിട്ടിക്കണ ഈ ബനിയൻ്റെ പേര് നിങ്ങൾക്ക് അറിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ പേര് അടിച്ചു വിടാം. അപ്പോൾ അടിച്ചു വിട്ടതിൽ കൃത്യമായിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് അടക്കം തെറ്റാണ്ട് ശരിക്കും ആരാണ് ഫസ്റ്റായിട്ട് ഈ കമൻ്റ് ഇടുന്നത് അവൻ്റെ പേര് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് നമ്മുടെ ഉച്ചത്തെ വീഡിയോ നമ്മൾ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബിരിയാണി പായസമൊക്കെ വെക്കണതിൻ്റെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പയും മമ്മിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അടിപൊളി കുക്കാണ്. ഇപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ച് അറിയാം, ഉണ്ടാക്കും ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അവിടെ പായസത്തിൻ്റെ ചെറിയ പരിപാടി. അപ്പോൾ നമുക്കത് നോക്കാം. പായസം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം ഇപ്പോൾ ആരും എത്തിയിട്ടില്ല, വരുന്നുള്ളൂ. എന്തായാലും പായസം ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായസം റെഡി ആവട്ടെ. ബിരിയാണി ചട്ടിയൊക്കെ ചട്ടി ഒന്നും ആക്കിയിട്ടില്ല. ബിരിയാണി ചട്ടിയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പുതിനയില, ഉള്ളി, തക്കാളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം വേവിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ അരി. നമ്മൾ വെക്കുന്നത് ബിരിയാണി അല്ലേ മമ്മ? ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. മുന്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് എന്നെ മുന്തിരി എടുക്കുക തിന്നു. എൻ്റെ അനിയനൊക്കെ തന്നെ പണി. അപ്പോൾ ഫ്രിഡ്ജിലതാണ് പാല്, തൈരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കാണിച്ചിട്ടുള്ളതായിട്ട്. നമ്മുടെ ഹോം ടൂറിൽ നമ്മുടെ അടുക്കളൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ കാണിക്കേണ്ട കാരണം കാണിക്കാത്ത, അതുകൊണ്ട് നമുക്കിന് നടാം. പിന്നെ കഴിച്ച് നമ്മൾ ആരും ഇവിടെ എത്തിയില്ല. അപ്പോൾ എത്തണമുള്ള ആൾക്കാരൊക്കെ അപ്പോൾ എത്തിയിട്ട് ഞാനിതാക്കാം. അതായത് നിങ്ങൾ ഒന്നും എത്തിയില്ല. മച്ചാമാരെ, നമ്മുടെ ഈ ഉള്ളിയും നല്ല സവാളയ്ക്കിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് എല്ലാവരും വന്നിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചു, പക്ഷേ ആ സവാളിൻ്റെ ഒക്കെ സ്മെല്ല് കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ആ സവാളിൻ്റെ വീഡിയോ ാണ്. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഉള്ളി ഇതൊക്കെ നമ്മുടെ ഉള്ളി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റംസ്. നമ്മുടെ ഇപ്പൊക്കെയാണ്. അപ്പം നമ്മുടെ ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇതായിക്കൊണ്ടേ. അപ്പം ഇനി ബിരിയാണി ആയിട്ട് നമുക്ക് വരാം.
അപ്പം മച്ചന്മാരെ ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി അതേപോലെ കഴിക്കണ വീഡിയോ എല്ലാവരും വന്നപ്പോൾ എടുക്കാൻ മടിയായിരുന്നു, അപ്പോൾ എടുത്തില്ല. അപ്പോൾ ബിരിയാണി നമുക്ക് കാണിച്ചത്, ബിരിയാണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിക്കണേ. അപ്പോൾ ബിരിയാണി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിരിയാണി. ഇതോ നല്ല ബിരിയാണി ഞങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ബിരിയാണി അതുപോലെ തന്നെ ഇതാ ബിരിയാണി, അതുപോലെ തന്നെ നല്ല പുളിയിഞ്ചി, നാരങ്ങാച്ചാറ്, പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ കഴിഞ്ഞു, എത്ര ചിക്കൻ എല്ലാവരും എടുത്തിട്ടുണ്ട്, അപ്പോൾ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ജ്യൂസും ഉണ്ടാകും, ജ്യൂസും കഴിഞ്ഞു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് സംശയം ഉണ്ടാകും, അപ്പം ഞാൻ ഒന്നും കൂടി പറയുന്നത്, ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ ഇടണം വിചാരിച്ചതാണ്, പക്ഷെ എല്ലാവരും വന്നപ്പോൾ ഇടണ്ട പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷേ ഇടണ്ട പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടിപൊളി കിട്ടിക്കാച്ചിട്ട് അപ്ലൂ ബാലർ ഗൺ ഷൂട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പവർ അടിച്ച് പൊളിക്കുന്ന വീഡിയോ ആയിട്ട് നമ്മളെത്തും. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അടിച്ച് പൊട്ടിച്ച് മറിക്കുക, ലൈക്ക് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ 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 ബൈ. അപ്പോൾ ഗായ്സ് നമ്മുടെ ബിരിയാണി പായസമൊക്കെ വെക്കണതിൻ്റെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പയും മമ്മിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അടിപൊളി കുക്കാണ്, ഇപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ച് അറിയാം, ഉണ്ടാക്കും ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അവിടെ പായസത്തിൻ്റെ ചെറിയ പരിപാടി, അപ്പോൾ നമുക്കത് നോക്കാം. പായസം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പായസം പായസം ഇപ്പോൾ ആരും എത്തിയിട്ടില്ല, വരുന്നുള്ളൂ. എന്തായാലും പായസം ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായസം റെഡി ആവട്ടെ. എന്താ ബിരിയാണി ചട്ടിയൊക്കെ ചട്ടി ഒന്നും ആക്കിയിട്ടില്ല, ബിരിയാണി ചട്ടിയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പുതിനയില, ഉള്ളി, തക്കാളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം വേവിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ അരി. നമ്മൾ വെക്കുന്നത് ബിരിയാണി അല്ലേ മമ്മ? ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് എന്നെ മുന്തിരി എടുക്കുക തിന്നു. എൻ്റെ അനിയനൊക്കെ അത് തന്നെ പണി. അപ്പോൾ ഫ്രിഡ്ജിലതാണ് പാല്, തൈരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കാണിച്ചിട്ടുള്ളതായിട്ട്. നമ്മുടെ ഹോം ടൂറിൽ നമ്മുടെ അടുക്കളൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ കാണിക്കേണ്ട കാരണം കാണിക്കാത്ത, അതുകൊണ്ട് നമുക്കിന്ന് നടാം. പിന്നെ കഴിച്ച് നമ്മൾ ആരും ഇവിടെ എത്തിയില്ല. അപ്പോൾ എത്തണമുള്ള ആൾക്കാരൊക്കെ അപ്പോൾ എത്തിയിട്ട് ഞാനിതാക്കാം, അതായത് ഒന്നും എത്തിയില്ല. അപ്പോൾ ഗായ്സ് നമ്മുടെ ബിരിയാണി പായസമൊക്കെ വെക്കണതിൻ്റെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പയും മമ്മിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം അടിപൊളി കുക്കാണ്, ഇപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ച് അറിയാം, ഉണ്ടാക്കും ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അവിടെ പായസത്തിൻ്റെ ചെറിയ പരിപാടി, അപ്പോൾ നമുക്കത് നോക്കാം. പായസം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പായസം ഇപ്പോൾ ആരും എത്തിയിട്ടില്ല, വരുന്നുള്ളൂ. എന്തായാലും പായസം ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായസം റെഡി ആവട്ടെ. എന്താ ബിരിയാണി ചട്ടിയൊക്കെ ചട്ടി ഒന്നും ആക്കിയിട്ടില്ല, ബിരിയാണി ചട്ടിയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പുതിനയില, ഉള്ളി, തക്കാളി,
അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം വേവിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ അരി. നമ്മൾ വെക്കുന്നത് ബിരിയാണി അല്ലേ മമ്മ? ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ മുന്തിരി എടുക്കുക തിന്നു. എൻ്റെ അനിയനൊക്കെ അത് തന്നെ മതി. അപ്പോൾ ഫ്രിഡ്ജിലതാണ് പാല് തൈരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കാണിച്ചിട്ടുള്ളതായിട്ട്. നമ്മുടെ ഹോം ടൂറിൽ നമ്മുടെ അടുക്കളൊന്നും കാണിച്ചിട്ടില്ല. നമ്മ കാണിക്കേണ്ട കാരണം കാണിക്കാത്ത അതുകൊണ്ട് നമുക്കിന് നടാം. പിന്നെ കഴിച്ച് നമ്മൾ ആരും ഇവിടെ എത്തിയില്ല. അപ്പോൾ എത്തണമുള്ള ആൾക്കാരൊക്കെ അപ്പോൾ എത്തിയിട്ട് ഞാൻ ഇതാക്കാം. അതായത് ഒന്നും എത്തിയില്ല. മച്ചാമാരെ നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ സവാളയ്ക്കിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് കാണിച്ചതന്നെ. അടുത്ത് എല്ലാവരും വന്നിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചു. പക്ഷേ ആ സവാളിൻ്റെയൊക്കെ സ്മെല്ല് കേട്ടപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം ആ സവാളിൻ്റെ വീഡിയോ കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉള്ളി ഇതൊക്കെ നമ്മുടെ ഉള്ളി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റംസ്. നമ്മുടെ ഇപ്പൊക്കെയാണ് അപ്പം ഉണ്ട്. നമ്മുടെ ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ഇതായിക്കൊണ്ടേ. അപ്പം ഇനി ബിരിയാണി ആയിട്ട് നമുക്ക് വരാം. അപ്പം മച്ചന്മാരെ ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി അതേപോലെ കഴിക്കണ വീഡിയോ എല്ലാവരും വന്നപ്പോൾ എടുക്കാൻ മടിയായിരുന്നു. അപ്പോൾ എടുത്തില്ല. അപ്പോൾ ബിരിയാണി നമുക്ക് കാണിച്ചുതരാം. ബിരിയാണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിക്കണേ. അപ്പോൾ ബിരിയാണി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല ബിരിയാണി ഞങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ബിരിയാണി അതുപോലെ തന്നെ ബിരിയാണി അതുപോലെ തന്നെ നല്ല പുളിയിഞ്ചി നാരങ്ങാച്ചാറ് പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ കഴിഞ്ഞു. ചിക്കൻ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ജ്യൂസും ഉണ്ടായിരുന്നു. ജ്യൂസും കഴിഞ്ഞു. അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് സംശയം ഉണ്ടാകും. അപ്പം ഞാൻ ഒന്നും കൂടി പറയുന്നത്, ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ ഇടണം വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും വന്നപ്പോൾ ഇടണ്ട പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇടണ്ട പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടിപൊളി കിട്ടിക്കാച്ച് ഡബ്ല്യു ബാലർ ഗൺ ഷൂട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പവർ അടിച്ച് പൊളിക്കുന്ന വീഡിയോ ആയിട്ട് നമ്മളെത്തും. അപ്പം നിങ്ങളിപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അടിച്ച് പൊട്ടിച്ച് മറിക്കുക, ലൈക്ക് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.